റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും വൻ ആശ്വാസം നൽകി അമേരിക്കയുടെ നിർണായക നീക്കം. റഷ്യൻ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും മേൽ ചുമത്താൻ നിശ്ചയിച്ചിരുന്ന ഭീമമായ തീരുവകളിൽ നിന്ന് US ഇളവ് പ്രഖ്യാപിച്ചു. മുൻപ് നിശ്ചയിച്ചിരുന്ന 500% തീരുവയാണ് പരമാവധി 100%-ആയി US കുറച്ചത്. ഇത് സംബന്ധിച്ച ഉപരോധ ബില്ലിൽ US ഭേദഗതി വരുത്തി. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ മേൽ ചുമത്താനിരുന്ന 500% തീരുവ 100%-ആയി കുറച്ചു. പരിഷ്കരിച്ച ബിൽ പ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% വരെ തീരുവ ചുമത്തുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം ലഭിക്കും. റഷ്യയുടെ ആകെ പ്രകൃതിവാതക കയറ്റുമതിയുടെ 15%-ൽ താഴെ മാത്രം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ തീരുവയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കും. ഇത് ജപ്പാൻ, ഫ്രാൻസ്, ഹംഗറി, ബെൽജിയം എന്നീ രാജ്യങ്ങൾക്ക് തുണയാകും. അമേരിക്കയുടെ തന്ത്രപ്രധാന താൽപര്യങ്ങൾ മുൻനിർത്തി ഉപരോധങ്ങളിൽ ഇളവ് നൽകുവാൻ പ്രസിഡന്റിന് പ്രത്യേക വിവേചന അധികാരവും ബിൽ നൽകുന്നുണ്ട്. യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനാണ് അമേരിക്ക ആദ്യം കടുത്ത ഉപരോധ ബില്ലുമായി രംഗത്തെത്തിയത്. അന്തരിച്ച റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം, ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താൽ എന്നിവരായിരുന്നു ഈ നീക്കത്തിനു പിന്നിൽ. റഷ്യൻ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഇന്ത്യയുമായും ചൈനയുമായുമുള്ള നിലവിലെ വ്യാപാര തന്ത്രപ്രധാന ബന്ധങ്ങൾ വഷളാകാതിരിക്കാനാണ് ഇപ്പോൾ US തീരുവയിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ. തീരുവയിൽ ഇളവ് വരുത്തിയെങ്കിലും റഷ്യക്കെതിരെയുള്ള മറ്റ് കടുത്ത നടപടികൾ ബില്ലിലുണ്ട്. അന്തരിച്ച സെനറ്റർ ലിൻസെ ഗ്രഹാമിനോടുള്ള ആദരസൂചകമായി ഈ ഭേദഗതി ബിൽ ഉടൻ തന്നെ നിയമമാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വൻ ആശ്വാസം നൽകുന്നതാണ് US-ന്റെ ഈ പുതിയ നീക്കം.